അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ചാണ്. ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെയൊക്കെ തരക്കേടില്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ നാക്കെടുത്താൽ വർഗീയത മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ മാറുകയാണ്. ഏറ്റവും ഒടുവിലായി ഈ മേഘാലയയിലെ സയൻസ് ആൻഡ് IT ടെക്നോളജി സർവകലാശാല, ഈ സർവകലാശാല ഇപ്പോൾ ഗുവാഹത്തിയിൽ അസമിലെ ഗുവാഹത്തിയിൽ വലിയൊരു പ്രളയമുണ്ടായി. ആ പ്രളയത്തിന് പിന്നിൽ പ്രളയ ജിഹാദാണ് എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി നടത്തിയിരിക്കുന്ന പരാമർശം, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ എന്ന് വെച്ചാൽ ഈ സർവകലാശാല അവരുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന് വേണ്ടി കുറേ എവിടെയോ മരങ്ങൾ വെട്ടി മാറ്റേണ്ടി വന്നു. ആ മരങ്ങൾ വെട്ടിമാറ്റിയത് കൊണ്ടുണ്ടായ പ്രളയമാണ്. അപ്പോൾ ഈ സയൻസ് ആൻഡ് IT ടെക്നോളജി സർവകലാശാല ഹെഡ് ചെയ്യുന്നത് ഈ അസമിലെ കരീംഗഞ്ച് ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ഒരു പ്രളയ ജിഹാദാണ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് കണക്ട് ചെയ്യുന്നതിലെ ഒരു സംഗതിയാണ് വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർഗീയ ചിന്ത എത്രമാത്രം അപകടകരമായൊരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലെങ്ങും നടക്കുന്നത്. അപ്പോൾ എന്താണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രശ്നം എന്നും കൂടി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. റാവു സാഹിബ്, എന്ത് തോന്നുന്നു? ഈ പലതരത്തിലുള്ള ജിഹാദ് നമ്മൾ കണ്ടവരാണ്. പ്രളയ ജിഹാദിലേക്ക് കൂടി ഹിമന്ത ബിശ്വ ശർമ്മ എത്തിയപ്പോൾ എന്താണ് അദ്ദേഹത്തിന്, ഇപ്പോൾ അസമിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മുഖ്യമന്ത്രിയും കൂടിയാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഒക്കെ ആ ജനത എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നുണ്ടാവുക? അല്ല സൈഫു, ഈ പറയുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു സംഘ് പ്രൊഫൈലിൻ്റെ പേരല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 4 കോടിയോളം മനുഷ്യരുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇത് മാത്രമല്ല, കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയതിന് ശേഷം ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രസ്താവന നമുക്ക് കാണാവുന്നതാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങേയറ്റം മോശം പ്രസ്താവന നടത്തുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണെന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ എന്ന് ജാർഖണ്ഡിലൊന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതിനെതിരെ ഈ തെലങ്കാനയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രവീന്ദ്ര റണ്ണി കൊടുത്തിട്ടുള്ള ഒരു പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ നിലക്കുള്ള അങ്ങേയറ്റം വഷളായ വൃത്തികെട്ട വർഗീയത തുളുമ്പുന്ന പ്രസ്താവനകൾ നിരന്തരമായി നടത്തുന്ന ആളാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇച്ചിരിയൊക്കെ മാന്യത കാണിക്കുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഇത് ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വഭാവം എന്താ പറയുക, അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഫ്ലഡ് ജിഹാദ് എന്ന് പറയുന്ന പ്രയോഗം, ഫ്ലഡ് ജിഹാദ് എന്നുള്ള പ്രയോഗം വരുന്നത് ഇപ്പോൾ എന്നറിയാം. ഈ ആഗസ്റ്റ് 5-ാം തീയതി അവിടെ ഗുവാഹട്ടിയിൽ വലിയ തോതിൽ മഴ പെയ്യുന്നു. നഗരം മൊത്തം 2 മണിക്കൂർ കൊണ്ട് നഗരം മൊത്തം വെള്ളത്തിലാവുന്നു. ആകെ ജനങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അങ്ങേയറ്റം മോശം അവസ്ഥ. അങ്ങനെ സർക്കാരിനെതിരായ ജനരോഷം ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പുള്ളി അതിന് കണ്ടെത്തുന്ന കാരണം എന്താണെന്നറിയോ? USTM എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മേഘാലയ, അത് അങ്ങേരുടെ സംസ്ഥാനത്ത് പോലുമല്ല, തൊട്ടപ്പുറത്തുള്ള മേഘാലയ സംസ്ഥാനത്തുള്ള ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയാണ് ഇതിന് കാരണം. അവർ ഫ്ലഡ് ജിഹാദ് നടത്തിയത് കൊണ്ടാണ് ഗുവാഹട്ടി വെള്ളത്തിലായിരുന്നു. ഒരു മുഖ്യമന്ത്രി പറയുകയാണ്. ഒന്ന് ആലോചിച്ച്, ഒരു യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെ ഓക്കെ ഫ്ലഡ് ജിഹാദ് എന്നുള്ള വാക്കൊക്കെ വിട്ടേക്കാം. ഒരു യൂണിവേഴ്സിറ്റി ഒരു തലസ്ഥാന നഗരിയിൽ ഫ്ലഡ് ഉണ്ടാക്കാൻ കാരണമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, അവർ കുറേ മരമൊക്കെ മുട്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്, കുറേ കുന്നൊക്കെ ഇടിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്. തൊട്ടപ്പുറത്തെ മേഘാലയയിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മാക്സിമം എത്രയാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഈ USTM എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷത്തെ നാഷണൽ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് 200 ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ ഈ പറയുന്ന ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇദ്ദേഹത്തിന് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? ഗുവാഹട്ടിയിലെ ജനങ്ങൾ രോഷാകുലരാണ്. ഈ ഫ്ലഡിൻ്റെ കാരണത്താൽ ഫ്ലഡ് അത് കൺട്രോൾ ചെയ്യുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നത്. അപ്പം ഒറ്റ വഴിയോ ഈ മുസ്ലിം കാർഡ് എടുക്കുക. എന്തുകൊണ്ടാണ് USTM പിടിക്കുന്നത്? USTM മുതലാളി, അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഓണർ എന്താണ്? മെഹബൂബുൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിമാണ്, ഒരു മുസ്ലിം ബിസിനസ്സുകാരനാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ഉടമ. അപ്പോൾ USTM നടത്തിയ ഫ്ലഡ് ജിഹാദാണ് ഗുവാഹട്ടിയിലെ പ്രളയത്തിന് കാരണം. അപ്പോൾ ഇന്നലെ അതേക്കാൾ മാരകമായ സംഭവമാണ് ഉണ്ടാകുന്നത്. ഇന്നലെയല്ല, 2 ദിവസം മുമ്പ്. ഇതേക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ബ്രീഫിങ്ങിൽ ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ്, നമ്മൾ എന്തിന് USTM എങ്ങനെ കുറ്റം പറയും? നമ്മളുടെ ഈ കുന്നുകളിൽ നടക്കുന്ന പല ഈ ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റുകളും ഇതിന് കാരണമായിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ
ഈ മുഖ്യമന്ത്രി ഈ പത്രക്കാരൻ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നത് ഞാൻ എന്താണ് ഷാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഷാലവും മൊഹിബുൽ ഹക്കൊക്കെ കൂടിയിട്ട് ഈ ജാതി വർത്തമാനമൊക്കെ പറഞ്ഞു നടക്കും എന്നൊരു മുഖ്യമന്ത്രി പറയുകയാണ്. ഒരു പത്രക്കാരൻ്റെ പേര് ചോദിക്കുക, അയാളെ മതം തിരിച്ചറിയുന്നു, മതത്തെ മുൻനിർത്തി അയാൾ അധിക്ഷേപിക്കുന്നു. ഇന്നിപ്പോൾ അവിടുത്തെ ജേർണലിസ്റ്റ് യൂണിയൻ അതിനെതിരെ ശക്തമായ രംഗം തോന്നുന്നുണ്ട്. അത് വളരെ ഞാനൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ടാണ് കാണുന്നത്. ഇത്രയും കാലം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയുണ്ടല്ലോ, ഈ വഷളത്തരം, അതിനും ഹല്ലേലൂയ പാടുക എന്ന പരിപാടി മാത്രമാണ് അവിടുത്തെ മാധ്യമങ്ങളും ഒരു പരിധിവരെ അവിടുത്തെ ബുദ്ധിജീവികളും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സംഭവം ഓർമ്മയുണ്ടോ സൈഫുവിന്? 2 വർഷം മുമ്പ് അവിടെ ഈ എവിക്ഷൻ ഡ്രൈവ് ഇങ്ങേര് വന്നതിന് ശേഷം നിരന്തരമായി നടത്തും. നമ്മൾ ഈ ബുൾഡോസർ ബാബയായിട്ട് യോഗിയല്ലേ കാണുന്നത്. യോഗിയെ ഒരു 10 യോഗിയാണ് ബുൾഡോസർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാതെന്ന് വെച്ചാൽ ഇങ്ങേര് നടത്തുന്ന ബുൾഡോസർ ഡ്രൈവൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ തക്കാളിപ്പെട്ടി വീടുകളിൽ മുളയുടെ കഷ്ണമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു കുടിലുകളിൽ താമസിക്കുന്ന മനുഷ്യരാണ് ഇയാൾ ബുൾഡോസർ വെച്ച് ആട്ടി ഓടിക്കുന്നത്. അങ്ങനെ ഒരു പ്രദേശത്ത് ഈ നിലക്കുള്ള വീടുകൾ പിഴുതു മാറ്റിക്കൊണ്ട് ബുൾഡോസർ പോകുന്ന ഒരു മെലിഞ്ഞ ഈ പറയുന്ന ലുങ്കിയും ബനിയനും ഇട്ടിട്ട്, കയ്യില്ല ബനിയനും ഇട്ടിട്ടുള്ള അവിടെ താമസിക്കുന്ന ഒരു വൃദ്ധൻ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. അയാൾക്ക് നേരെ പോലീസ് വെടിവെക്കുന്നു, നെഞ്ചിലേക്കാണ് വെടിവെക്കുന്നത്. അയാൾ അവിടെ മരിച്ചു വീഴുന്നു. മരിച്ചിട്ടാണോ അങ്ങനെ വെടിയേറ്റ് വീഴുന്നു. ഈ വെടിയേറ്റ് വീണ് ഈ മനുഷ്യൻ്റെ നെഞ്ചിൽ ചവിട്ടി ഒരുത്തൻ നൃത്തം ചെയ്യുന്ന ദൃശ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു 2022. അയാൾ അവിടുത്തെ സർക്കാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇയാൾ നൃത്തം ചെയ്തതിന് ശേഷം എന്താ അടുത്ത ആ വിഷ്വലിൻ്റെ എന്താണ്, ആ പോലീസ് ഓഫീസർ ഇവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇങ്ങനെ ആ ജനതയെ, ആ സൊസൈറ്റിയെ തന്നെ വർഗീയവൽക്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇയാൾക്ക് ഫ്ലഡ് ജിഹാദ് എന്ന് പറയാൻ പറ്റുന്നത്. 2022 ഇയാൾ വേറൊരു ജിഹാദ് പരിചയപ്പെടുന്നത്, ഫെർട്ടിലൈസർ ജിഹാദ്. ഇയാൾ ഉപയോഗിച്ച വാക്കാണ്. ഇതൊന്നും മനസ്സിലാക്കേണ്ട. ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ടല്ലോ ഈ സംഘി ഇത് പ്രചരിപ്പിക്കുന്ന, അങ്ങനത്തെ ഇതിൽ വരുന്നതല്ല, മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്ഥാനമാണ് ഫെർട്ടിലൈസർ ജിഹാദ് എന്ന് വെച്ചാൽ മിയ മുസ്ലിങ്ങൾ. ഇയാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വാക്കാണ് മിയ എന്ന് പറയുന്നത്. മിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസമിലെ ബംഗാളികളായ മുസ്ലിങ്ങളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മിയാകൾ ഫെർട്ടിലൈസർ ജിഹാദ് നടത്തുന്നു. എന്തിനാണ്? ഹിന്ദുക്കളുടെ ആരോഗ്യം നശിപ്പിക്കാൻ വേണ്ടി. എന്താ സംഭവം അറിയോ? മിയാക്കൾ, ഈ കൃഷിക്കാരായുള്ള മിയാക്കൾ അവരുടെ കാർഷികോൽപ്പന്നങ്ങളിൽ അമിതമായ തോതിൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു. കാർഷിക വൃത്തിക്ക് വേണ്ടിയിട്ട് ഈ അമിതമായ തോതിൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് അത് വാങ്ങുന്ന ഹിന്ദുക്കളുടെ ആരോഗ്യം നശിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഇവിടെ ഒരു കക്ഷി ചീഫ് വിപ്പ് ഇതിന് കക്ഷി ചായ, മുസ്ലിം ഹോട്ടലിൽ ചായയിൽ തുള്ളി ഇടുന്നു എന്ന് പറഞ്ഞില്ലേ, തുള്ളി മരുന്ന് ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി മിയാക്കൾ ഹിന്ദുക്കളുടെ ആരോഗ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസേഴ്സ് അധികമായി ഉപയോഗിക്കുന്നു. അത് ഫെർട്ടിലൈസർ ജിഹാദിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണത്. മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം പുള്ളി ഒരു പ്രസ്താവന നടത്തി. ഈ മിയാക്കൾ അവരുടെ പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങൾക്കും, പച്ചക്കറിയും പഴവും വിൽക്കുന്ന മിയാക്കൾ ഹിന്ദുക്കളിൽ നിന്ന് പൈസ കൂട്ടി മേടിക്കുന്നു. ഒരു മുഖ്യമന്ത്രി പറയുവാന്നേ, ഹിന്ദുക്കളിൽ നിന്ന് പൈസ കൂട്ടി മേടിക്കുന്നു. അങ്ങനെ അത് പ്രസ്താവന നടത്തി തൊട്ടടുത്ത ദിവസം നടക്കുന്നത് എന്താ അറിയോ? ഗുവാഹട്ടിയിൽ നടക്കുന്നത് പ്രത്യക്ഷത്തുനിന്നും അടിപൊളി പരിപാടിയാണ്. അവിടെ ഈ ഫുട്പാത്ത് കച്ചവടക്കാരൻ മൊത്തം എവിക്റ്റ് ചെയ്യുന്നൊരു ഡ്രൈവ് നടക്കുകയാണ്. എന്താ കാര്യം? ഈ ഫുട്പാത്തിൽ പച്ചക്കറിയും പഴങ്ങളും വിൽക്കുന്ന കച്ചവടക്കാരിൽ നല്ലൊരു ശതമാനം മിയാക്കളാണ്. അപ്പോൾ തലേ ദിവസം മിയാക്കൾ ഹിന്ദുക്കളുടെ നിന്ന് കൂടുതൽ പൈസ മേടിക്കുന്ന പ്രസ്താവന, തൊട്ടടുത്ത ദിവസം ഈ ക്ലീൻ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുട്പാത്തിൽ നിന്ന് ഇവരെ ആട്ടി ഓടിക്കുന്നു. ഇവരുടെ ഉന്തുവണ്ടികളൊക്കെ അടിച്ച് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ആ ഡ്രൈവ് നടത്തും. ഇതൊന്നുമില്ല, അതിവിചിത്രമായ കാര്യങ്ങൾ. ഈ USTM പഠിച്ച, യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മേഘാലയയിൽ പഠിച്ച ഗ്രാജുവേറ്റ്സിന് അസമിൽ ജോലി നൽകില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പറ്റുക? ഇങ്ങനെയാണോ ജോലി നൽകുന്നത്? സർക്കാരിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വാടാ ഈ ഇന്ന് ജോലി ചെയ്ത, നീ ഇന്ന് ജോലി ചെയ്ത്, അങ്ങനെയാണോ? സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതിനൊരു വിൻഡോ ഉണ്ടാവും, അതിലൂടെ ആ പ്രോസസ്സിലൂടെ വരുന്ന ആൾക്കാർ. അപ്പോൾ ഇയാൾ പറയാണ് USTM പഠിച്ച ഗ്രാജുവേറ്റ്സിന് അസമിൽ ജോലി നൽകില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നിലക്കുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്ന ഈ പ്രസ്താവന നടത്തുന്ന രാഷ്ട്രീയം ഇതൊക്കെ നാട്ടിൽ കുറച്ചെങ്കിലും ചർച്ചയാകാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ ഈ അസം എന്ന് പറയുന്നത് നമ്മുടെ ഈ മെയിൻ സ്ട്രീം ഇന്ത്യയിൽ നിന്ന് വെച്ച് മാറി നിൽക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് ഇത് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ പറയുന്നു, ഈ 2001 മുമ്പ്
ഗുജറാത്ത് ഹാസ് ബിക്കം എ ലബോറട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടീസ്റ്റൊക്കെ വളരെ നേരത്തെ തന്നെ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഗുജറാത്തിനേക്കാൾ അപകടകരമായിട്ടുള്ള ഹിന്ദുത്വ ലബോറട്ടറി ആയിട്ട് ഈ അസം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിഭീകരമായ, അതൊരു വംശഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ ലോകത്ത് ഇത് എന്ന് മാത്രം അവിടുത്തെ മാധ്യമങ്ങളുടെ കാര്യമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയ ഹൗസിൻ്റെ ഓണർ ആരാണെന്നറിയോ? റിനിക്ക ബയ്യ. അതാരാണെന്നറിയോ? ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയാണ്. 2 പ്രധാനപ്പെട്ട ചാനൽ 3 എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും 2 വാർത്താ ചാനലുകളും നടത്തുന്നുണ്ട്. അവരൊരു പത്രവും നടത്തുന്നുണ്ട്. എന്താണ് മിഡ് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, പ്രൈഡ് ഈസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രൈഡ് ഈസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയ കോൺഗ്ലോമറേറ്റാണ്. അതിൻ്റെ ഉടമ ഇങ്ങേരുടെ ഭാര്യയാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു മീഡിയ ഹൗസാണ് അവിടുത്തെ. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ മീഡിയ ഈ 2014 ശേഷം മീഡിയക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാം. അപ്പോൾ അവിടെ എന്താണ് യഥാർത്ഥം നടക്കുന്നത് എന്നതിനെക്കുറിച്ച് പുറം ലോകം അറിയുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ജിനോസൈഡൽ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യയിൽ ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ, ഇൻ പെർസെൻറ്റേജ് വൈസ് 40% മുസ്ലിങ്ങളാണ് അവിടെ. 40% മുസ്ലിങ്ങളുടെ ഒരു സംസ്ഥാനത്ത്, ആ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പോലും ഇല്ല. ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു മുസ്ലിം MLA മാർ പോലും ഇല്ല. അങ്ങനെയാണ് ആ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിനേക്കാൾ ഭീകരമായ സംഭവം വരാൻ പോകുന്നത് വെച്ചാൽ അവിടെ ഈ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞു. നിയമസഭാ സീറ്റുകൾ ഡീലിമിറ്റ് ചെയ്ത് കഴിഞ്ഞു. 2026 തെരഞ്ഞെടുപ്പ് ആ ഡീലിമിറ്റേഷൻ അനുസരിച്ചാണ്. അതിൽ സംഭവിച്ച് ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിട്ടുണ്ട്, ഈ മുസ്ലിം ഏരിയകളിൽ നിരവധിയായിട്ടുള്ള SC/ST സീറ്റുകൾ വർദ്ധിപ്പിച്ചു. 19 മറ്റോ ഉണ്ടായിരുന്നത് 29 മാറ്റി. അത് മുഴുവൻ ഈ പറയുന്ന മുസ്ലിം ഏരിയകൾ, മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയകളിലേക്ക് മാറ്റി. അങ്ങനെ ഈ പറയുന്ന 40% വരുന്ന മുസ്ലിങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ ഇൻവിസിബിളാക്കാം, സാമൂഹ്യ ജീവിതത്തിൽ നിന്ന്, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന്, പൊതുജീവിതത്തിൽ നിന്ന് അവരെ അപ്രത്യക്ഷരാക്കാം, യഥാർത്ഥത്തിൽ തന്നെ അവരെങ്ങനെ അപ്രത്യക്ഷരാക്കാം എന്നതുമായി ബന്ധപ്പെട്ട വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള എന്താണ് ഭരണകൂടത്താൽ നിയന്ത്രിക്കപ്പെടുന്നൊരു പദ്ധതി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേക്കാൾ എന്താണ് അപകടകരമായുള്ള, വേദനാജനകമായുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതേക്കുറിച്ച് ഒരു മുസ്ലിം സംഘടന പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം പോലും ഒരു മുസ്ലിം സംഘടന ഇതുവരെ നടത്തിയിട്ടില്ല. അതിന് വളരെ ആരും അറിയാതെ ഒരു ജിനോസൈഡൽ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപകട സ്ഥലമായി അസം മാറിക്കൊണ്ടിരിക്കുകയാണ്. അജിംസ, ഇത്രയധികം വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ടും അസമിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നോ ഒരു എതിർപ്പും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഇത് അസമിൻ്റെ ഡെമോഗ്രഫിയുടെ പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ള ഏറ്റവും കൂടുതൽ പേരെ കൊലപ്പെടുത്തിയ കലാപം, നെല്ലി കലാപം നടന്നതാണ് സ്ഥലമാണ് അസം. അത് വാജ്പേയി, നമ്മളെല്ലാവരും മിതവാദിയായ BJP നേതാവ് സംഘപരിവാർ എന്ന് പറയുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിച്ചിട്ട് പോയി മണിക്കൂറുകൾക്ക് കാണാം അത്രയും മനുഷ്യർ കൊന്നുകളഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേർ കൊല ചെയ്യപ്പെട്ട വർഗീയ കലാപങ്ങളിലൊന്നാണ് നെല്ലി കലാപം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന നമുക്കറിയാം അസാമിൻ്റെ കിടപ്പ് നമുക്കറിയാമല്ലോ, ബംഗാളിൻ്റെ അപ്പർ സൈഡിലാണ്, ബംഗ്ലാദേശിൻ്റെ അപ്പർ സൈഡിലായിട്ടാണ് മ്യാൻമർ ബോർഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ മ്യാൻമർ, ത്രിപുര, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ ഈ സംസ്ഥാനങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ അതിർത്തികൾ വളരെ പോറസാണ്. അതിർത്തികൾക്ക് പ്രസക്തിയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിൻ്റെയും മ്യാൻമറിൻ്റെയും അതിർത്തിയിൽ എന്താണ് ഒരു 1500 കിലോമീറ്ററോളം വരുന്ന ഒരു അതിർത്തിയാണ് ഇന്ത്യയായിട്ട് ബന്ധപ്പെടുന്നത്. ആ അതിർത്തിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്, 10,000 കോടി രൂപ ചെലവഴിച്ച് ഒരു ഫെൻസ് പണിയാൻ പോവാണ് ഇന്ത്യ സർക്കാർ, ഒരു വേലി. ആ ഫെൻസ് പണിയാനുള്ള കാരണം എന്ന് വെച്ചാൽ മ്യാൻമറുമായിട്ടൊരു കരാറുണ്ടാക്കുകയും ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങൾ മ്യാൻമറിന് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കിലോമീറ്ററോളം മ്യാൻമറിന് കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ വേലി പണിയുക എന്നുള്ളതാണ് ആ ഡീൽ. അപ്പോൾ തന്നെ ഇന്ത്യക്കാരായ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മനുഷ്യന്മാരൊക്കെ മ്യാൻമറിലായി കഴിഞ്ഞു. ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം, നിലവിൽ ഈ പറയുന്ന മണിപ്പൂരിലുള്ള കുറേ ആൾക്കാർക്ക് അവിടെയും സ്വത്തുകളുണ്ട്, അവിടെ വീടും ഭൂമിയുണ്ട്, അതൊക്കെ അവർക്ക് നഷ്ടമാകാൻ പോവാണ്. അപ്പോൾ ഈ ഭിത്തി, ഈ വേലി നിർമ്മാണം എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിലും അതെന്തുമാത്രം ബുദ്ധിപരമായി നീക്കമാണെന്നുള്ള കാര്യത്തിലൊക്കെ പലതരത്തിൽ തർക്കങ്ങളുണ്ട്. അസമിലെ പ്രശ്നം ഈ ഡെമോഗ്രഫിയാണ് പ്രശ്നം. അസമിലെ ഈ പറയുന്ന മുസ്ലിം പോപ്പുലേഷൻ, 40% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ ബംഗാളി സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അസമീസ് സംസാരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. അവരോട് അത്ര പ്രശ്നമില്ല. അസമിൽ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളൊക്കെ ബംഗ്ലാദേശുകാരാണെന്നുള്ള വാദമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് 10-40 വർഷമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അവിടെ. ഈ പ്രശ്നത്തിനിടയ്ക്കാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി, BJP മുഖ്യമന്ത്രി അവിടെ വരുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ വേറൊരു പ്രത്യേകത,
രാഹുൽ ഗാന്ധി അദ്ദേഹം കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പട്ടിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരുന്നു, എന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയ ആളാണ്. അപ്പോൾ പലരും സംശയം അങ്ങനെ രാഹുൽ ഗാന്ധി പെരുമാറുമോ ഹിമന്ത ബിശ്വ ശർമ്മയോട്? കാരണം കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ധാരാളം കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയിട്ടുണ്ട്, ഒരുപാട് ജനപ്രതിനിധികൾ, മുഖ്യമന്ത്രിമാർ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഈ ഹിമന്ത ബിശ്വ ശർമ്മ കാണാൻ ചെല്ലുമ്പോൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക, എന്നെ തിരിഞ്ഞു നോക്കിയില്ല, അതിൻ്റെ പേരിൽ ഞാൻ കോൺഗ്രസ് വിട്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പട്ടിക്ക് തീറ്റ കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അത്ര കൊടിയ വിഷം ഒരു RSS ഏജൻ്റായി കോൺഗ്രസിൽ നിന്നയാളാണ് അയാൾ എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി കാണും. അതായിരിക്കും അതിൻ്റെ ഒരു കാരണം. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ യോഗിയുടെ കാര്യം പറഞ്ഞല്ലോ. യോഗി അതിനകത്ത് വർഗീയത പറയുമ്പോൾ നിയമപരമായി അദ്ദേഹത്തെ എന്താണ് ഒരു കേസ് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം വർഗീയത പറയും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബക്രീദിൻ്റെ സമയത്ത് അവിടെ സമാജ്വാദി പാർട്ടി ഭരിക്കുമ്പോൾ ബക്രീദിൻ്റെ സമയത്ത് അവിടെ ലേറ്റ് കത്തും, രാംനവമിക്ക് ഇവിടെ ലേറ്റ് കത്തില്ല, ദീപാവലിക്ക് ലേറ്റ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇതിലെന്താണ് വർഗീയത? ഇപ്പോൾ എന്താണ് അമ്മ തെറിയാണോ, 16 അടി ഇന്ന് തെറിയാണോ എന്ന് ചോദിക്കുന്ന പോലെ ബക്രീദ് വർഗീയതയാണോ, രാമനവമി വർഗീയതയാണോ? പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, ഇദ്ദേഹം പച്ചയ്ക്ക് പറയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചുള്ള ടാസ്ക് അതാണ്. മോദിയും അമിത്ഷായും അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കൊടുത്തുള്ള ടാസ്ക് അതാണ്. അവിടെ ഒരു ജനസൈഡിൻ്റെ വക്കീലാണെന്ന് പറയുന്നത് വെച്ചാൽ അവിടെ ജനസൈഡ് നടക്കേണ്ട സമയം അതിക്രമിച്ചു. അതുപോലെ ഇപ്പോൾ UPയും ഗുജറാത്ത് പോലെയല്ല, അസമിൽ 10-40 വർഷമായിട്ട് RSS നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നെല്ലിക ലാഭം ഉണ്ടായത്. ഇവിടെ ജനസൈഡ് നടക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ജനസൈഡ് ആവശ്യമില്ലാത്ത വിധം അവിടുത്തെ മനുഷ്യർ അദൃശ്യരാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒന്ന് CAA, ഇപ്പോൾ NRC ആദ്യമായിട്ട് നടപ്പാക്കുന്ന സ്ഥലം അസമാണ്, നമുക്കറിയാം. അതുണ്ടാക്കി തിരിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഈ 40% വോട്ടേഴ്സിന് എത്ര പേർക്ക് വോട്ടുണ്ട് എന്ന് പോലും അറിയില്ല. ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റണ്ടേ? അവരവിടുത്തെ ആധാർ കാർഡൊക്കെയുള്ള പൗരന്മാരായിരിക്കും. ഇവർ എത്ര പേർ വോട്ട് ചെയ്യുന്നുണ്ട്? അവർക്ക് വോട്ടേ ഇല്ല. വോട്ടില്ലാത്ത ആളുകളാണ് ഈ 40% ബഹുഭൂരിഭാഗം ആൾക്കാർ വോട്ടില്ലാത്തവർ, വോട്ട് ചെയ്യാൻ പറ്റാത്തവരാണ്. ഇനിയിപ്പോൾ ID കാർഡ് കിട്ടി എന്നാൽ പോലും വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അത്രമാത്രം ദുർബലരായ ഒരു ജനവിഭാഗമാണ്. അതൊരു ഡെൽറ്റയുണ്ട്, ഈ അവിടെ ഒരു നദിയുണ്ട്, ബ്രഹ്മപുത്രയുടെ വാലി, അതായത് ഡെൽറ്റ പോലെയാണ്. ആ ഡെൽറ്റയിൽ ഈ കുടിൽ കെട്ടി താമസിക്കുന്ന മനുഷ്യരാണ് ഇവർ. ഏതെങ്കിലും അടച്ചുറപ്പുള്ള വീടുകളുള്ളവരല്ല. അപ്പോൾ ഇവർ മുഴുവൻ ഇൻഫിൽട്രേറ്റേഴ്സ് ആണെന്നാണ് ഈ CAA കൊണ്ടുവരുന്ന ലക്ഷ്യം. CAയുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് അസമാണ്. അപ്പോൾ ഇവരെ മുഴുവൻ അവിടെ നിന്ന് തുടച്ചു വയ്ക്കുക, അവരെ ബംഗ്ലാദേശികളായിട്ട് ഒഴിപ്പിച്ചു വിടുക, അതല്ലെങ്കിൽ വോട്ടവകാശമില്ലാത്ത രണ്ടാം കിട പൗരന്മാരെ അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഉദ്ദേശം തന്നെ. അത് രാജ്യം മുഴുവൻ നടപ്പാക്കുന്നത് വേറെ കാര്യം. അത് നടപ്പായി കഴിഞ്ഞു. അവരിൽ എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ സ്റ്റഡി പോലും ഇല്ല. അവർക്ക് എത്ര പേർക്ക് ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡ് എത്ര പേർക്കുണ്ട്, എത്ര പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവരെന്ത് ജോലി ചെയ്യുന്നു. അവരിൽപ്പെട്ട പല ആളുകളുമാണ് ഈ കേരളത്തിൽ അതിഥി തൊഴിലാളികളായിട്ട് വരുന്നത്. ഇപ്പോൾ ഇന്നലെ കാണാതെ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ, അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഞാൻ അത്ര ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് കേരളത്തിലേക്ക് ജോലിക്ക് വരണമെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇത്തരം ആളുകൾക്ക് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്ത് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല. എന്നിട്ട് ഈ PCC കൃത്രിമമായി സൃഷ്ടിച്ചൊക്കെയാണ് പലരും ഇങ്ങോട്ട് വരുന്നത്. അവരിലൊന്നും ഉണ്ടാവില്ല. ആധാർ കാർഡില്ല, ഇലക്ട്രൽ ID ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു വസ്തു ഉണ്ടാവില്ല. അത്രമാത്രം ദുർബലരായ ജനവിഭാഗത്തെയാണ് അവർ അദൃശ്യരായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ടാം കിട പൗരന്മാരായ ഒരു വിഭാഗം ജനങ്ങളെ അസമിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അത് നടന്നു കഴിഞ്ഞു. ഇനി അവരെ കൊല്ലുക, ജനസൈഡ് ചെയ്യുക എന്നുള്ളതൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വംശഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അങ്ങേയറ്റം ക്രൂരമായ എന്നാൽ അദൃശ്യമായ വംശീയ വേട്ടയാടലുകളാണ് അസമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ആ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയും. ഈ അപകടം അതിൻ്റെ ഗൗരവത്തോടു കൂടി രാജ്യം തിരിച്ചറിയുന്നില്ല എന്നുള്ള നിരാശാജനകമായ യാഥാർത്ഥ്യം കൂടി പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.